അവർ നയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവസാന സമയങ്ങളിൽ ഒത്തിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും കുടുംബം അവരെ നല്ല രീതിയിലാണ് നോക്കിയത്. ആ മക്കളെല്ലാവരെയും തുടർച്ചയായിട്ട് ദൈവത്തിനെ പരിപാലിക്കുവാനും നയിക്കുവാനും പ്രാർത്ഥിച്ചുകൊണ്ട് നാമും ഒരു ദിവസം മരിക്കുമ്പോൾ സ്വർഗത്തിന്റെ സ്വന്തമാകണം എന്ന ചിന്തയോടുകൂടി വിശുദ്ധിയിൽ ജീവിക്കുവാനും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരെയും പങ്കുചേരാം. സർവശക്തനായ ദൈവത്തോട് സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ദൈവമേ, എപ്പോഴും കരുണ കാണിക്കുകയും മാപ്പ് നൽകുകയും ചെയ്യുക എന്നത് അങ്ങേക്ക് സഹജമാണല്ലോ. ഈ ദിനം അങ്ങേ അടുത്തേക്ക് വരുവാൻ അങ്ങ് വിളിച്ച അങ്ങേ പ്രിയദാസി സിബിൾക്ക് വേണ്ടി അങ്ങോട് ഞങ്ങൾ കേടപേക്ഷിക്കുന്നു. അങ്ങേ പ്രത്യാശിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥ പിതൃരാജ്യത്തിലേക്ക് നയിക്കുവാനും നിത്യാന്തം അനുഭവിക്കുവാനും അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായി നയിക്കട്ടെ. എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടാകുകയില്ല. ഇനി ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാകുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലതവും ഞാൻ നവീകരിക്കുന്നു. സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കർത്താവിന്റെ വചനം. കർത്താവാണ് എനിക്കെതിരെ എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എനിക്കെതിരെ എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ തകഴിയിൽ നിന്ന് അവിടുന്ന് എനിക്ക് വിശ്രമം നൽകുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക്
എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എന്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഭവിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എന്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നും. അക്കാലത്ത് യേശു ജനങ്ങളോട് അരുളി ചെയ്തു, പിതാവ് എനിക്ക് നൽകിയവരെല്ലാവരും എന്റെ അടുത്ത് വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗ്ഗം ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്റെ അയച്ചവരുടെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവരെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അതിനിടത്തിൽ ഉയർപ്പിക്കണമെന്നാണ് എന്റെ അയച്ചവരുടെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനെ വിശ്വസിക്കുകയും ചെയ്തതിനാണ് അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. കർത്താവിന്റെ സുവിശേഷം.
അങ്ങേ മഹിമയ്ക്ക് മുൻപിൽ അനവരതം പ്രകീർത്തിച്ചുകൊണ്ട് ഭൂമിയിൽ നിരന്തരം അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സർവവിശുദ്ധിയുടെ ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണ പോലെ ഈ കാണിക്കകൾ പവിത്രമാകണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാന പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. വിശ്വാസത്തിന്റെ രഹസ്യം. അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പ് നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഫ്രാൻസിസ് പാപ്പയോട്
ഞങ്ങളുടെ ഹൃദയതീക്ഷണായ മെത്രാപ്പൊലീത്തയോട് ക്രിസ്തുമസ് പിതാവിനോട് വൈദികഗണത്തോടുമൊത്ത് സഭയിൽ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകഘട്ടങ്ങളിലേക്ക് വിളിച്ച അങ്ങയുടെ പ്രിയദാസി സിബിലിനെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ ബലത്തിന് സദൃശമായി അവിടെ തുടങ്ങാൻ വീഴുന്നയാളെ അവിടുത്തെ പുനരുദ്ധാനത്തിൽ ഒന്നാക്കണമേ. ഉയർത്തിന്റെ പ്രത്യാശത്തിൽ കൊള്ളുന്ന ഞങ്ങളുടെ ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോട് ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോട് അനുകൂലായ അപ്പോസ്തലന്മാരോട് കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായി ദിവ്യ ഉപദേശത്താൽ രൂപവൽക്കൃതരായി നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാറുന്നേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നീ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ും
എൻ്റെ വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുന്നു.
സ്നേഹമുള്ളവരെ, പരിചായ പ്രിയ സഹോദരി സിബിളിന്റെ 7-ാം ദിവസത്തെ ചരിത്രം ആഘോഷിക്കുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച ഒക്ടോബർ മാസം 31-ാം തീയതി രാവിലെ 11 മണിക്കായിരിക്കും. കർത്താവായ ദൈവമേ, അങ്ങേ പുത്രൻ തന്റെ ശരീരത്തിന്റെ കൂദാശയെ തിരുപ്പാതയുമായി ഞങ്ങൾക്ക് നൽകിയത്. അങ്ങനെ ഇതുവഴി ഞങ്ങളുടെ സഹോദരി സിബിളിനെ ക്രിസ്തുവിന്റെ നിത്യമായ രക്ഷയിലേക്ക് എത്തിച്ചേരുവാൻ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. പ്രിയ സഹോദരരെ, ക്രിസ്തീയ മതപ്രകാരം മതശരീരം സംസ്കരിക്കുന്ന നമുക്ക് സർവ്വജീവിതാവിന്റെ നിദാനമായ ദൈവത്തോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ സംസ്കരിക്കുന്ന ഈ സഹോദരിയുടെ നശ്വരമായ ശരീരം സർവശക്തനായ ദൈവം അനശ്വര മഹിമയുടെ ഉയർപ്പിച്ച് വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർത്തരട്ടെ. അവിടുന്ന് ഇയാളെ വിധിക്കുമ്പോൾ കരുണ കാണിച്ച് പാപങ്ങൾക്ക് കോടതിയിൽ ശിക്ഷയിൽ നിന്ന് മോചനവും നൽകട്ടെ. മനുഷ്യനായ ക്രിസ്തുനാഥൻ ഇയാളെ പിതൃഭവനത്തിലേക്ക് നയിച്ച് സ്നേഹനിധിയായ പിതാവുമായി രചിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്ത് ക്രിസ്തുനാഥന്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യാനന്ദം അനുഭവിക്കാനുള്ള ഭാഗ്യം ഇയാൾക്ക് കൈവരുകയും ചെയ്യുമാറാകട്ടെ. രക്ഷ
ക്രിസ്തുവിൽ മരണമടഞ്ഞ എല്ലാവരെയും പോലെ ഇയാളുടെ അവസാന ദിവസം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിന്റെയും ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വിശുദ്ധമായുള്ള സംസർഗത്തിന്റെയും അടയാളമായി ഈ ദാസിയിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ ദാസിക്ക് സ്വർഗകവാടം തുറന്നു കൊടുക്കുകയാണ്. ഈ ലോകത്ത് ജീവിക്കുന്നവരായ ഞങ്ങൾ വിശ്വാസ മനസ്സുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപ കരുതണമേ. ഞങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ ചേർന്ന് വീണ്ടും ഈ സഹോദരിയെ കാണുവാനും ക്രിസ്തുവിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. They have
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തു ദിവസം കണ്ണനെ വിശ്രമിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളുടെയും സൗകര്യങ്ങൾ പവിത്രീകരിച്ചുകൊണ്ട് അങ്ങനെ പരേതര ശരീരങ്ങളോടൊപ്പം ചെയ്യുന്ന പെരുമാടങ്ങൾ ഉയർപ്പിൻ്റെ പ്രത്യാശകൾക്ക് നൽകുന്നു. ഉയർപ്പും ജീവനുമായി ദാസിക മഹത്വം ഉയർപ്പിക്കുന്നതിന് ഇയാളുടെ ശരീരം ഒരു വിശ്രമം കൊള്ളുമാറാകട്ടെ. അങ്ങനെ ദിവ്യദേശി പിതാവായ ദൈവത്തിന് തിരുമോൻ രക്ഷിക്കുവാൻ ഇയാൾ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ജീവനും പിന്നിട്ടാണ് ഞാൻ അതിനെ വിശ്വസിക്കുന്നതും മരിക്കാനും ജീവിക്കും എന്ന് വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും നിത്യമെല്ലാം പ്രാപിക്കുകയില്ല എന്ന് അറിയിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് നമ്മുടെ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലാസറിന്റെ സൗകര്യത്തിൽ കണ്ണീർ പൊഴിച്ച കർത്താവ് ദുഃഖാർത്ഥരെ ഞങ്ങളെ കണ്ണീർ തുറച്ച് നീക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ കർത്താവ് ഞങ്ങളുടെ സഹോദരിക്ക് നിത്യായുസ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തപിച്ച കള്ളന് പരദീസ വാഗ്ദാനം ചെയ്ത കർത്താവ് ഈ സഹോദരിയെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജ്ഞാനസ്ഥാന ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധജലം കൊണ്ട് അഭിഷേകിക്കുന്ന ഈ സഹോദരിയെ വിശുദ്ധരെ തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എങ്ങനെ തിരുശരീരവും തിരഞ്ഞെടുപ്പും നൽകി പരിപോഷിപ്പിച്ച് ഇയാളെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹോദരിയുടെ വേർപാടിൽ ദുഃഖിതരായ ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം നൽകുകയും നിത്യജീവൻ പ്രത്യാശ ഉളവാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവെ കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
ദൈവമേ, അങ്ങനെ തിരുവുള്ള നിറവേറ്റുന്നതിൽ സർവ്വതാ ജാഗ്രത കാണിച്ച അങ്ങയുടെ പ്രിയ മകൾ ചെയ്തു പോയ തെറ്റുകൾ ദയാപൂർവ്വം ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്ത്യ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചതാണ്. കാരുണ്യവാനായ മാലാഹമാർ സമൂഹത്തിൽ ചേർത്തല്ലണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന വിശ്രാന്തി നൽകണം. സമാധാനത്തോടെ പോകുമ്പോ ഞങ്ങൾ വരാം. ചവിട്ടല്ലേ അവിടെ ചവിട്ടല്ലേ. കൈ കൊടുത്തു